നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE വീണ്ടും ലോകത്തിനാകെ മാതൃകയാക്കുന്നു. എങ്ങനെയെന്നല്ലേ? അതെ, പ്രകൃതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ UAE ഇനി കുതിക്കാൻ പോകുകയാണ്. ഒരു നിർണായക വാർത്തയാണ് UAE കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് സർക്കാർ ബസ്സുകളിൽ ഇനി മുതൽ യാത്ര ചെയ്യാൻ പ്ലാസ്റ്റിക് കുപ്പി നൽകിയാൽ മതിയാകും. ഇത് തികച്ചും സൗജന്യ യാത്രയാകും. ഇത് ഓഫർ ചെയ്തിരിക്കുകയാണ് UAE ഭരണകൂടം. അബുദാബിയിലെ മുനിസിപ്പാലിറ്റി ആൻഡ് ട്രാൻസ്പോർട്ട് വകുപ്പിന്റെ ഇന്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് സെന്റർ ആണ് പുതിയ പദ്ധതിയുമായി വന്നിരിക്കുന്നത്. ശൂന്യമായ പ്ലാസ്റ്റിക് കുപ്പി നൽകിയാൽ യാത്രക്കാർക്ക് സൗജന്യ യാത്ര നടത്താം. ഒഴിഞ്ഞ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ പിന്നീട് ബസിന്റെ ചാർജ് അടയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കും. ആദ്യഘട്ടത്തിൽ അബുദാബിയിലെ ബസ് സ്റ്റേഷനുകളിൽ പ്ലാസ്റ്റിക് നിക്ഷേപ യന്ത്രങ്ങൾ സ്ഥാപിക്കുന്നതായിരിക്കും. ഇത് കൂടുതൽ പോയിന്റുകൾ നേടുന്നതിനായി യാത്രക്കാർക്ക് ഈ യന്ത്രങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പികളുടെ കൈമാറ്റത്തിനും ഇത് യാത്രക്കാരെ സഹായിക്കുന്നതാണ്. ഇനി പറയാൻ പോകുന്ന രീതിയിലാണ് പോയിന്റുകൾ കണക്കാക്കുക. ഓരോ ചെറിയ കുപ്പിയും, അതായത് 600 മില്ലി അല്ലെങ്കിൽ അതിൽ കുറവ്, 1 പോയിന്റാണ് ലഭിക്കുക. അതേസമയം വലിയ കുപ്പികൾ അല്ലെങ്കിൽ 600 മില്ലിയിൽ കൂടുതലുള്ള കുപ്പികൾക്ക് 2 പോയിന്റ് ലഭിക്കും. ഇത് 10 പോയിന്റ് ആയാൽ 1 ദിർഹത്തിന് തുല്യമാകുന്നതായിരിക്കും. അബുദാബിയിലെ പരിസ്ഥിതി ഏജൻസിയും അബുദാബി വേസ്റ്റ് മാനേജ്മെന്റ് സെന്ററായ തദ്വീർ ഡീഗ്രേഡ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. യാത്രക്കാർക്ക് ലഭിച്ച പോയിന്റുകൾ സമാഹരിച്ച് ITC ഓട്ടോമേറ്റഡ് പേയ്മെന്റ് സംവിധാനമായ ഹാഫിലാറ്റ് എന്ന വ്യക്തിഗത ബസ് കാർഡിലേക്ക് മാറ്റാവുന്നതാണ്. യാത്രയ്ക്കാവശ്യമായ നിരക്ക് കാർഡ് ഉപയോഗിച്ച് ബസ്സുകളിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തും പുറത്തേക്ക് കടക്കുന്ന ഭാഗത്തും സ്ഥാപിച്ചിട്ടുള്ള താരിഫ് മെഷീനുകൾ വഴി അടയ്ക്കാനും സാധിക്കും. അതേസമയം അബുദാബിയിലെ പാർക്കിംഗ് സോണുകളിൽ ഇനി മുതൽ വെള്ളിയാഴ്ചകളിൽ സൗജന്യ പാർക്കിംഗ് സൗകര്യം ലഭിക്കുന്നതല്ല. പകരം അത് ഞായറാഴ്ചകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. വെള്ളിയാഴ്ചകളിൽ ഇനി വാഹന പാർക്കിങ്ങിന് പണം നൽകണമെന്ന് ദുബായ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. UAEയിലെ അവധി ദിനങ്ങളിൽ വർഷാദ്യം മുതൽ നിലവിൽ വന്ന മാറ്റത്തെ തുടർന്നാണ് പാർക്കിംഗ് സംവിധാനത്തിലും മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. രാജ്യത്തെ വാഹന പാർക്കിംഗുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്താൻ ദുബായ് കിരീടാവകാശിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് നടപടി സ്വീകരിച്ചത്. ഇനി മുതൽ ഞായറാഴ്ചകളിലും മറ്റ് പൊതു അവധി ദിനങ്ങളിലും ദുബായിൽ വാഹന പാർക്കിംഗ് സൗജന്യമായിരിക്കും. തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 8 മുതൽ വൈകിട്ട് 10 വരെയുള്ള 14 മണിക്കൂർ വാഹന പാർക്കിങ്ങിന് പണം അടയ്ക്കണമെന്നാണ് പുതിയ വ്യവസ്ഥ. അതേസമയം ബഹുനില പാർക്കിംഗ് സൗകര്യങ്ങളിൽ ആഴ്ചയിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും പാർക്കിങ്ങിന് ഫീസ് ഈടാക്കും. പണം അടച്ചായാലും സൗജന്യമാണെങ്കിലും റോഡ് അരികുകളിലുള്ള പാർക്കിംഗ് ഏരിയകളിൽ തുടർച്ചയായി 4 മണിക്കൂർ മാത്രമേ പാർക്കിംഗ് പാടുള്ളൂ എന്നും പുതിയ ചട്ടങ്ങളിൽ പറയുന്നു. ഇതിൽ കൂടുതൽ സമയം പാർക്ക് ചെയ്യുന്നത് നിയമവിരുദ്ധമാകും. അതേസമയം റോഡ് സൈഡിലുള്ളവ അല്ലാത്തവ മറ്റ് പാർക്കിംഗ് സ്ലോട്ടുകളിൽ 24 മണിക്കൂർ വരെ ഫീസ് നൽകി വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. ബഹുനില കെട്ടിടങ്ങളിലെ പാർക്കിംഗ് ഏരിയകളിൽ 30 ദിവസത്തിൽ കൂടുതൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്നും അധികൃതർ വ്യക്തമാക്കി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.